ഹേ സിനിഫേഴ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിൽ സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ഒടിയൻ എന്ന സിനിമയെ പറ്റി പറയാനാണ്. നമ്മുടെ ലാലേട്ടൻ്റെ ഒടിയൻ സിനിമയെ പറ്റിയല്ല, നമ്മുടെ പൃഥ്വിരാജ് നായകനാവുന്ന ഒടിയൻ ചിത്രത്തെ പറ്റിയാണ്. സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് നമ്മുടെ രാഹുൽ സദാശിവനാണ്. നമുക്ക് വേണമെങ്കിൽ മലയാളത്തിലെ കിങ് ഓഫ് ഹൊറർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഡയറക്ടർ തന്നെയാണ്. കൂടെ നമ്മുടെ മഞ്ജു വാര്യറും ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ രാജുവേട്ടൻ്റെ ഒരു ഒടിയൻ വേഷം കാണാൻ എന്തായാലും വെയിറ്റ് ചെയ്യാം. യൂഷ്വലി ഒരു ക്ലീശ പരിപാടിയൊന്നും ആയിരിക്കില്ല. നമ്മുടെ ബ്രഹ്മയുഗത്തിൽ കണ്ട പോലെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു ഒടിയനായിരിക്കും. എങ്ങനെയായിരിക്കും അദ്ദേഹം അവരെ അവതരിപ്പിക്കുക എന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. സിനിമയുടെ ഷൂട്ടിംഗ് ഈ ഒരു ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തോടെ തന്നെ ആരംഭിക്കും. ചിത്രം റിലീസ് ചെയ്യാൻ ചാൻസ് ഉള്ളത് അടുത്ത വർഷം 2027 ജൂലൈ ഫെബ്രുവരി മാർച്ച് മാസത്തിലൂടെ ആയിരിക്കും. നമ്മുടെ ആസിഫ് അലിയുടെ ടിക്കി ടാക്ക എന്ന ചിത്രത്തിൽ ഏതാണ്ട് 22ഓളം ഫൈറ്റ് സീൻസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് അറിയിച്ചത് നമ്മുടെ സംവിധായകനായ രോഹിത് VS തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ടിക്കി ടാക്ക എന്ന സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ ബാലൻ എന്ന ചിത്രം തിയേറ്ററിൽ എത്തുകയാണല്ലോ. അതേ പ്രമാണിച്ച് സിനിമയുടെ ബുക്കിംഗ് ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനും ബുക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ റിവ്യൂ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. സിനിമയുടെ മറ്റൊരു അപ്ഡേറ്റ്, എങ്ങോട്ടോ എന്ന സിനിമയുടെ സെക്കൻഡ് ഒരു ലിറിക്കൽ ഗാനം വരാൻ കിടക്കുകയാണ്. ഈ വരുന്ന 17-ാം തീയതി, അതായത് ഇന്നേ ദിവസം വൈകിട്ട് 6 മണിക്ക് സിനിമയുടെ ഈ ഗാനം പുറത്തിറങ്ങുന്നതായിരിക്കും. ഐ നോബഡി എന്ന ചിത്രത്തിൻ്റെ ഈ കാണുന്ന ഒരു പുതിയ പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. ഒരു വ്യത്യസ്തമായ പോസ്റ്ററാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. സിനിമയുടെ റിലീസ് തീയതിയാണ്, അതായത് അടുത്ത മാസം ജൂലൈ മാസം 9-ാം തീയതിയാണ് ചിത്രം തിയേറ്ററിൽ എത്തുക. സൂര്യ 50 എന്ന ചിത്രത്തെ പറ്റി നമുക്ക് സംസാരിക്കാം. ചിത്രം ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ നെൽസൺ ആണെന്നുള്ള റൂമേഴ്സ് വരുന്നുണ്ട്. അതായത് നമ്മുടെ രജനികാന്ത് കമൽഹാസൻ ചിത്രത്തിന് ശേഷം നെൽസൺ ചെയ്യുന്ന അടുത്ത പ്രൊജക്റ്റ് നമ്മുടെ സൂര്യയോടൊപ്പം ആയിരിക്കും എന്ന് കേൾക്കുന്നുണ്ട്. അനിരുദ്ധാണ് മ്യൂസിക്കൽ ചെയ്യുന്നതും കേൾക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു ഒഫീഷ്യൽ വാർത്തയായിട്ട് നമുക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ്, നമ്മുടെ രശ്മിക മന്ദാനം, വിജയ് ദേവരക്കൊണ്ട എന്നിവരെ അഭിനയിക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് രണബലി. ചിത്രം ഒന്നുകൂടെ ബിഗ്ഗർ സ്കെയിലേക്ക് ആവാൻ പോണു. ചിത്രം അതായത് നമ്മുടെ മമ്മി എന്ന സിനിമയിലെ ഒരു ആക്ടറാണ് അർണോൾഡ് വോസ്ലോ. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സിനിമയായിട്ട് രണബലി മാറുകയാണ്. ഷാഹിദ് കപൂർ, കൃതി, രശ്മിക മന്ദാനം എന്നിവർ അഭിനയിക്കുന്ന ചിത്രമാണ് കോക്ടെയിൽ 2. ചിത്രത്തിന് A സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ഡ്യൂറേഷൻ 2 മണിക്കൂർ 29 മിനിറ്റ് അടുത്ത് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.